ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അൽഫായിസീന ബിറിളല്ലാഹ്. അൽഫിയത്ത് ഇബ്നു മാലിക് അൻ-നിസ്ഫുസ്സാനി, ക്ലാസ് 66. വബ്നിൽ മുഅറഫൽ മുനാദൽ മുഫ്റദ على الذي في رفعه قد عهدا. മുനാദ മുഫ്റദ് മഅരിഫ. മുഫ്റദ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുളാഫുമല്ല, ശിബ്ഹ് മുളാഫുമല്ല. അപ്പൊ തസ്നിയയാവാം, ജംഅ് ആവാം, അല്ലെങ്കിൽ മുറക്കബാകാം, മസ്ജിയ മുറക്കബാകാം. സീബവൈഹി എന്നൊക്കെ പറയും പോലെ ഇങ്ങനെയുള്ള മുനാദ മുഫ്റദ് മഅരിഫ അത് മബ്നി ആണ്. എന്തിന്റെ മേലാണ് ബിനാ ചെയ്യപ്പെടേണ്ടത്? അവകൾക്ക് എന്തുകൊണ്ടാണോ റഫ് ചെയ്യപ്പെടുന്നത്, അത് ചിലപ്പോൾ ലൊമ്മ് കൊണ്ടാവാം, വാവ് കൊണ്ടാവാം, അലിഫ് കൊണ്ടാവാം. എന്തുകൊണ്ടാണോ റഫ് ചെയ്യപ്പെടുന്നത്, ആ റഫ് ചെയ്യപ്പെടുന്ന ഹർക്കത്തിന്റെ മേലിൽ മുനാദ മുഫ്റദ് മഅരിഫ മബ്നിയായിരിക്കണം എന്നതാണ് ഈ ബൈത്തിന്റെ ഹാസുൽ. വബ്നി, നീ ബിനാ ചെയ്തോ, മബ്നിയാക്കിക്കോ. അൽ മുഅറഫ, മഅരിഫയാക്കപ്പെട്ട ഇസ്മിനെ. അൽ മുനാദ, മുനാദയായ. അൽ മുഫ്റദ, മുഫ്റദുമായ. മുഫ്റദ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശം മുളാഫുമല്ല, ശിബ്ഹ് മുളാഫും അല്ലാത്ത മുഫ്റദ്. അങ്ങനെയുള്ള മുനാദ മുഫ്റദ് മഅരിഫയെ നീ മബ്നിയാക്കിക്കോ. അലല്ലദീ, ഒരു ഹർക്കത്തിന്റെ മേലിൽ. ഹർക്കത്താവുമ്പോൾ ലൊമ്മ്, ഹർഫാകുമ്പോൾ അലിഫാവാം, വാവാവാം. ഇങ്ങനെയുള്ള ഒരു ഹർക്കത്തിന്റെ മേലിൽ. എങ്ങനെയുള്ള ഹർക്കത്ത്? ഖദ് ഉഹിദ, ആ ഹർക്കത്തിന് അറിയപ്പെട്ടിരുന്നു. ഫി റഫ്ഇഹി, ആ മുനാദയുടെ റഫ്ഇന്റെ സാഹചര്യത്തിൽ, റഫ് ചെയ്യുന്ന സന്ദർഭത്തിൽ. അപ്പൊ ഇത് മബ്നിയാണ്. പക്ഷേ മുഅറബ് ആയിരുന്നുവെങ്കിൽ, റഫ്ഇന്റെ ഹാലത്തുമാണെങ്കിൽ ഏത് ഹർഫാണോ ഹർക്കത്താണോ അതിന്റെ മേൽ മബ്നി. വബ്നി, നീ മബ്നിയാക്കിക്കോ. അൽ മുഅറഫ, മഅരിഫയാക്കപ്പെട്ട ഇസ്മിനെ. അൽ മുനാദ, മുനാദയായ. സവാഉൻ തഅറഫ ഖബ്ല നിദാഇ, നിദാ ചെയ്യപ്പെടുന്നതിന് മുമ്പ് തന്നെ അത് മഅരിഫയാവട്ടെ. കയാ സൈദു, യാ സൈദു എന്ന് പറയും പോലെ. സൈദ് ആദ്യമേ മഅരിഫയാണ്. ഔ ബഅദഹു, അല്ലെങ്കിൽ നിദ ചെയ്തതിന്റെ ശേഷം മഅരിഫയാവട്ടെ. ബി സബബിൽ ഖസ്ദി വൽ ഇഖ്ബാലി, ഒരു പ്രത്യേകമായ മഖ്സൂദായ ഒരു വ്യക്തിയെ ഉദ്ദേശിക്കുന്ന കാരണമായിട്ടും അവനിലേക്ക് മുന്നിടുന്ന കാരണമായിട്ടും നിദാഇന്റെ ശേഷം മഅരിഫയാവട്ടെ. യാ റജുലു, യാ റജുലു എന്ന് പറയും പോലെ. യാ റജുലു എന്ന് പറയുമ്പോൾ തുരീദു ബിഹി, ആ റജുലു കൊണ്ട് നീ ഉദ്ദേശിക്കുന്നത് മുഅയ്യനൻ, ഒരു മുഅയ്യനായ വ്യക്തിയാണ്, ഒരു നിർണിതമായ വ്യക്തിയാണ്. അപ്പൊ റജുലു എന്നത് നിക്കറയാണ്. പക്ഷെ യാ റജുലു എന്ന് പറഞ്ഞുകൊണ്ട് നീ ഒരു വ്യക്തിയിലേക്ക് മുന്നിട്ട് ചെല്ലുമ്പോൾ ആ മഖ്സൂദായ വ്യക്തിയും ആ മുന്നിടലും കാരണമായിട്ടാണ് അത് നിദാന്റെ ശേഷം മഅരിഫയാകുന്നത്. അങ്ങനെ ആവട്ടെ. അങ്ങനെയുള്ള മുനാദ മഅരിഫയെ അൽ മുഫ്റദ, മുഫ്റദായ. വഹുവ, മുഫ്റദ് എന്ന് പറഞ്ഞാൽ മ, ഒന്നാകുന്നു. ലൈസ മുളാഫൻ, അത് മുളാഫുമല്ല. വലാ ഷബീഹൻ ബിഹി, ശിബ്ഹ് മുളാഫുമല്ല. അപ്പോൾ ഫയദ്ഖുലു ഫീഹി, അതിൽ പ്രവേശിക്കും. അൽ മുറക്കബുൽ മസ്ജിയു, മസ്ജിയായ മുറക്കബ് അതിൽ കടക്കും. വൽ മുസന്ന, തസ്നിയാക്കപ്പെട്ട ഇസ്മും. വൽ മജ്മൂഉ, ജമാക്കപ്പെട്ട ഇസ്മും. അതെല്ലാം ഈ മുഫ്റദ് എന്നതിൽ വരും. അങ്ങനെയുള്ള മുനാദ മുഫ്റദ് മഅരിഫയെ നീ മബ്നിയാക്കിക്കോ. അലല്ലദീ, ഒരു ഹർക്കത്തിന്റെ മേലിൽ. എങ്ങനെയുള്ള ഹർക്കത്ത്? ഫി റഫ്ഇഹി,
ആ ഇസ്മിന്റെ റഫിന്റെ സാഹചര്യത്തിൽ ഖദ് ഉഹിദ അതിനറിയപ്പെട്ടിരുന്നു. മീൻ ഹറക്കത്തിൻ, അതൊന്നുകിൽ ഹറക്കത്തിനാൽ ഔ ഹർഫിൻ അല്ലെങ്കിൽ ഹർഫിനാൽ. എന്താണ് മബ്നിയാവാൻ ഒരു കാരണമാണല്ലോ, ഒരു ശബഹ് വേണം ഹർഫിനോട്. അതെന്താണ്? ലി മുശാബഹതിഹി കാഫൽ ഖിതാബി ഫീ നഹ്വി അദ്ഉക. അദ്ഉക എന്നതിലുള്ള ഖിതാബിന്റെ കാഫിനോട് ഇത് സാദൃശ്യമായതുകൊണ്ട്. അദ്ഉക, നിന്നെ ഞാൻ വിളിക്കുന്നു. ആ കാഫ് ഒരു ഹർഫിന്റെ മേലിലാണ് അതിന്റെ വലഅ്. ഒരു ഹർഫിന്റെ മേലിലാണ് വലഅ് ചെയ്യപ്പെട്ട ഇസ്മ എങ്കിൽ അതിനെ ബിനാവ് ചെയ്യപ്പെടണം. അതിനോട് സാദൃശ്യമുണ്ടായതുകൊണ്ട് ഇത്തരം ഇസ്മുകളെയും മബിനിയാക്കപ്പെടണം. നഹു യാ സൈദു എന്ന് പറയും പോലെ ലമ്മിന്റെ മേലിലാണ് മബിനി. വയാ സൈദാനി അലിഫിന്റെ മേലിലെ ബിനാവ്. വയാ സൈദൂന വാവിന്റെ മേലിലെ ബിനാവ്. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.